ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ഡിസംബർ 2023 ആനുകാലിക വിഷയങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ മുന്നോടിയായി സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ച രാജ്ഭവൻ, കൊൽക്കത്ത രാജ്ഭവൻ. 2023 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആയത് ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോൺ സ്വിഫ്റ്റ്. 2023 ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? VM ദേവദാസ്. ഈജിപ്തിൽ പ്രസിഡന്റായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അബ്ദുൽ ഫത്താഹ് അൽ സിസി. ബാലവേല ബാലവിവാഹരഹിത കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ശരണ ബാല്യം. ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ വൃന്ദ രതി. IPL ക്രിക്കറ്റ് താരലേലം നിയന്ത്രിക്കുന്ന വനിത മല്ലിക സാഗർ. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളി ഷേഖ് ഹസൻ ഖാൻ. അടുത്തിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവി എൽത്തൂസ നെമോ. അതിവേഗം വികസിക്കുന്ന കേരളത്തെ 2030 ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ M സതീഷ് കുമാർ. ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കുരീപ്പുഴ ശ്രീകുമാർ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? പ്രമോദ് അഗർവാൾ. 2023 ഡിസംബറിൽ പുറത്തുവന്ന ഏകദിന ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ശുഭമൻ ഗില്ലിനെ മറികടന്ന് 1-ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? ബാബർ അസം. IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മീൻസ്. യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചത് ISRO. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് EV രാമകൃഷ്ണൻ. IPL ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിയത് മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയൻ താരമാണ്. 24.75 കോടി. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ മാതൃകം. അഴീക്കോട് തീർത്ഥാകേന്ദ്രത്തിന്റെ ഹാർമണി ഫെസ്റ്റിവൽ പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടി പേർ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഇൻഡിഗോ. സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം ITFOK 14-ാം പതിപ്പിന് വേദിയാകുന്നത് തൃശ്ശൂർ. 2023 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രം സർവേ മഹാമന്ദിർ വാരണാസി. 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് എവിടെയാണ് നടന്നത്? ജിദ്ദ. ദേശീയ ഗണിത ദിനം ഡിസംബർ 22. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി M ശ്രീശങ്കർ. 2023 ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നേതാക്കൾ ഫ്രാൻസ്. 2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്. ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് കുമാർ സിംഗ്. 2023 ഡിസംബറിൽ അന്തരിച്ച ഇടക്ക കലാകാരൻ തിച്ചൂർ മോഹനൻ. 2023 ഡിസംബറിൽ ലോകത്ത് ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എൻജിൻ പരീക്ഷിച്ച രാജ്യം ജപ്പാൻ. ദേശീയ കർഷക ദിനം ഡിസംബർ 23. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോ, ഫ്രാൻസ് പ്രസിഡന്റ്.
റേഷൻ കടയിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി.